ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ അതിരാവിലെ ഇറങ്ങിയിട്ടുണ്ടേ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആകാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈപ്പറിൽ വെള്ളം തീർന്നിരിക്കണമായിരുന്നു, അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 മണിക്കാണ് കിട്ടിയത്. എരൂർ ഭാഗത്തോട്ടാണ് കേട്ടോ ട്രിപ്പ് കിട്ടിയേക്കണത്. അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പ് നമുക്ക് കിട്ടിയേക്കണത് ഒരു റിസർവേഷൻ ട്രിപ്പാണ്. 7:20 കസ്റ്റമർ പിക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് 3 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാട്ടോ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അമൃതനഗറിലാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9 മണിയായിട്ടുണ്ട്. ഇവിടെയാണ് നല്ല സർജ് ഉണ്ട്. പക്ഷേ എല്ലാ ട്രിപ്പും കിട്ടുന്നത് ലോങ് പിക്കപ്പാണ്. 10 കിലോമീറ്റർ 11 കിലോമീറ്ററൊക്കെ. അത് കാരണം ഞാൻ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഓടാമെന്ന് കരുതിയിരിക്കണേ. നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഫോട്ടോച്ചിലോട്ട് കസ്റ്റമറായിട്ട് പോകുമ്പോഴായിരുന്നേ തേവര സിഗ്നൽ വെച്ചിട്ടായിരുന്നു. ഒരു ചേച്ചി വട്ടം ചാടിയപ്പോൾ ഫ്രണ്ടിലെ ബൈക്കേട്ടൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ്. എനിക്ക് ചവിട്ടിയപ്പോൾ കിട്ടിയില്ല. തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് സ്ക്രാച്ച് പോലെ ഉണ്ട്. റബ്ബ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. നമുക്ക് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് ഷെയർ ചെയ്തപ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടൊരു 4 മണിക്ക് മുമ്പായിട്ട് ഹിൽ പാലസിൻ്റെ അവിടെ സ്ക്രാച്ചൊക്കെ നമുക്ക് റബ്ബ് ചെയ്ത് ശരിയാക്കാമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ആളത് നല്ല ഭംഗിയായിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പെയിൻറ്റ് കട്ടിങ്ങേ ഉള്ളൂ. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മഴക്കോളുണ്ട് കേട്ടോ. മഴ ഇത് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ലിസി ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് ഒരു കസ്റ്റമറെ പിക്ക് ചെയ്യാനുണ്ടേ. നമ്മളങ്ങനെ വീണ്ടും ലിസി ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. പെങ്ങൾ വിളിച്ചിട്ടുണ്ടായി. പെങ്ങളും അളിയനും കൊച്ചും അവിടെ ഹോസ്പിറ്റലിലുണ്ട്. അളിയന് സുഖമില്ലാണ്ട് കുറച്ച് ദിവസമായിട്ട് അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് നമുക്ക് വീട്ടിലോട്ട് ആക്കി കൊടുക്കണം. എടവനക്കാട് കുഴിപ്പള്ളി ബീച്ചിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യൂബറിൽ നിന്ന് അത്യാവശ്യം ട്രിപ്പ് ഉണ്ടായി. നമുക്ക് ഏകദേശം 20ഓളം ട്രിപ്പ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. പെങ്ങളെ അളിയനെയും വീട്ടിലാക്കിയിട്ട് നമ്മളൊരു 10:45 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടേ. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നപ്പോൾ യൂബർ ഓണാക്കിയിട്ടുണ്ടായി. ഈ ഭാഗത്തോട്ട് ട്രിപ്പ് എല്ലാം കിട്ടി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ട്രിപ്പൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര ഉള്ളൂ. ബാക്കി നാളെ കാണാം കേട്ടോ.